തട്ടുദോശക്ക് ഇന്ന് അടിക്കാനല്ലേ ഓംപ്ലേറ്റും തട്ടുദോശയൊക്കെ. പടം കണ്ടാ? പ്രഭാത്തിന്റെ പടം കണ്ടോ? ആ പിന്നെ അപ്പൊ പടം കണ്ടോ? തട്ടുദോശ അടിക്കാ. അതെ, വയറ് നിറഞ്ഞ പടം കണ്ടിട്ട്. പടം ഇന്നലെ കണ്ടു. പടത്തിന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൽക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം തന്നെ കലക്കിന്നും വേണമെങ്കിൽ പറയാം. എന്താ പടം പൊളിഞ്ഞ? അതായത് നമ്മൾ ഒന്ന് കലക്കിന്നും പറയാം, ഒന്ന് കലക്കിന്നും വേണമെങ്കിൽ പറയാം. രണ്ടഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നല്ല, കൽക്കി എല്ലാവർക്കും ദഹിക്കണമെന്നില്ല എങ്കിൽ പടം ഹോളിവുഡ് ലെവലാന്ന് പറഞ്ഞ അത് ദഹിക്കാത്ത. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് ക്ലീശ സാധനം കണ്ട് അതാണ് ഇന്റർനാഷണൽ സ്റ്റൈലുകൾ വരുമ്പോ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അതന്നെ കാര്യം. അതെന്ന് വെച്ചാലേ നമ്മൾ ഗ്രാമീണ സിനിമകൾ കണ്ടിട്ടേ അതായിരിക്കും പ്രശ്നം. പക്ഷെ ഗ്രാമീണ സിനിമ കണ്ടിട്ട് ജുറാസിക് പാർക്ക് പോയി കണ്ടിട്ട് വല്ല കാര്യം ഉണ്ടോ? ഇവരെ ടേസ്റ്റ് ഉദ്ദേശിച്ച നമ്മുടെ മലയാളികളെ. അതായത് നമ്മൾ ഓരോ സിനിമകൾ കാണുമ്പോഴും ഓരോ വ്യത്യസ്തമായ രീതിയിൽ വേണം ചിന്തിച്ചിട്ട് വേണം പോയി കാണാൻ. ജുറാസിക് പാർക്കും ടൈറ്റാനിക്കും സിനിമ കണ്ടിട്ട് അതിൽ പച്ചക്കറി പപ്പടം ഓണസദ്യ ഒന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പക്ഷെ ഈ പടം ഇത് ഇന്ത്യക്കാരനെ കൂടുതൽ കാണാൻ ഫോറിനേഴ്സ് ആയിരിക്കും. കാരണം ഇത് ഹോളിവുഡ് ലെവൽ പടം. അങ്ങനെ ഒരു പടം ഇന്ത്യയിൽ നിന്ന് വരുമ്പോ അവര് കാണില്ലേ? അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇന്ത്യയുടെ യശസ് ഈ സിനിമ മേക്കിംഗില് VFX-ല് എന്തിട്ട് നീ കഴിക്കണി സിനിമ കാണാൻ വന്നിട്ട്. സിനിമ ഇന്നലെ കണ്ടൂല്ലേ? ദോശയും കുള്ളിക്കും. ഇത് എവിടെ നിറയാ? നമ്മുടെ തൃശ്ശൂര് മുനിസിപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജയഹിന്ദ് ബിൽഡിങ്ങിന്റെ മുന്നിൽ ഒരു 2 തട്ടുകടയുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു കടയുടെ സ്ഥിരം കഴിക്കണതാ കുറെ വർഷങ്ങളായിട്ട്. 20 ഉറുപ്പിണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിക്കുക. 2 ദോശ, പിന്നെ സാമ്പാർ, ചട്നി, ഒരു ചെമ്പ് വെച്ച് തരും. ഒരു 50 രൂപ. അതിന് കാശ് മേടിക്കില്ല കേട്ടോ അവര്. അപ്പൊ ഇന്നിപ്പോ ഒരു ഡബിൾ ഓംപ്ലേറ്റും ഒരു കൊള്ളിയും 2 ദോശയും കഴിക്കണം. കാരണം കാലത്തോട്ട് കറങ്ങാൻ തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂര് സെന്റ് മേരീസ് കോളേജില് അനാർക്കലി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോകുലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഗോകുൽ സുരേഷ്. അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ വന്നിരിക്കുക. നല്ല വിശപ്പ്.